കേരളത്തിലെ ഖജനാവി പൂച്ചവെറ്റ് കിടക്കുകയാണെന്നുള്ള കള്ളത്തരം പറയുന്നു, അല്ലെങ്കിൽ നുണ പറയുന്നു, ഇല്ലാത്ത പൊളിവചനം പറയുന്നു, ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. വാസ്തവത്തിൽ കേരളത്തിലെ ഖജനാവിൽ പെറ്റുകിടക്കാനായിട്ട് വി ഡി സതീശൻ അയച്ചേക്കുന്ന പൂച്ചകൾ വളരെ ഭാഗ്യം ചെന്നവരാണ്. കാരണം 2 ലക്ഷം കോടിയുടെ ബിസിനസ് നടത്തുന്നൊരു ട്രഷറിക്കകത്ത് ഖജനാവിനകത്ത് കടക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമല്ലല്ലോ. അത് നല്ല ഭാഗ്യമുള്ള കാര്യമാണ്. 2 ലക്ഷം കോടി രൂപയുടെയാണ് ഈ വർഷത്തെ നമ്മുടെ ടോട്ടൽ ബഡ്ജറ്റ് സൈസ് ആവും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കണക്കുകൾ കംപ്ലീറ്റ് വരുന്നേ ഉള്ളൂ. അടുത്ത വർഷം അതൊരു 2,30,000 കോടി മേളിൽ വരുമെന്നാണ് നമ്മളിപ്പോൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് കണക്കുകൾ വെച്ചിട്ട്. അപ്പോൾ ആ കണക്ക് വെച്ചിട്ടാണ് പറയുന്നത്. ഇത് പറഞ്ഞ കണക്കുകളൊക്കെ കൃത്യമായിട്ടുണ്ട്. ഞാൻ തുടങ്ങുന്ന വർഷം ഒന്നാം വർഷത്തെ ധനകാര്യമന്ത്രി എന്ന തുടങ്ങുന്ന വർഷം പിന്നെ തൊട്ട് മുമ്പത്തെ വർഷത്തിനേക്കാൾ 32,000 കോടി അധിക ചിലവ് വന്നു. കാരണം ശമ്പള പരിഷ്കരണം എല്ലാം വന്നു. അതിന് മുമ്പത്തെ വർഷം 1,32,000 കോടിയിൽ നിന്നാണ് 1,62,000 ആയത്. ശരാശരി ആദ്യത്തെ ഒന്നാം പിണറായി സർക്കാർ 5 വർഷക്കാലം ചിലവാക്കിയത് 1,15,000 കോടിയാണ്. ഞങ്ങളിപ്പോൾ 1,72,000 കോടി മേളിലാണ് 1,75,000 കോടിയിലേക്ക് എത്തും. അത്രയും ചിലവാക്കിയത് ഏറ്റവും കടുംപെട്ട് നമുക്ക് നേരെ നടക്കുമ്പോഴാണ്. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ ഒരു സ്ഥലത്ത് കേരളത്തിലെ ജനങ്ങളെ വിശ്വസിച്ച് ജനങ്ങളെയും കൊണ്ടാണ് ചെയ്യുന്നത്. ഓരോ വീട്ടിലും സാധാരണക്കാരൻ്റെ 62 ലക്ഷം കുടുംബങ്ങളിൽ 2,000 രൂപ വെച്ച് ക്ഷേമ പെൻഷൻ എത്തിക്കാൻ കഴിഞ്ഞതിനുള്ള എല്ലാ പ്രവർത്തനവും നടത്തിയിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോയത്. 1,000 രൂപ വെച്ച് സാമൂഹ്യക്ഷേമ പെൻഷൻ ഇപ്പോൾ സ്ത്രീ സുരക്ഷാ പദ്ധതിയിൽ 1,000 രൂപ വെച്ച് കൊടുക്കാൻ തീരുമാനിച്ചു. മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത ദിവസം തന്നെ ഏകദേശം 11 ലക്ഷം പേരുടെ അക്കൗണ്ടിലേക്ക് വന്നു. ആളുകൾ ഇപ്പോഴും ചേർന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ കണക്ട് വർക്ക് എന്ന് പറയുന്ന പദ്ധതി, ചെറുപ്പക്കാർക്ക് വിദ്യാഭ്യാസം കഴിഞ്ഞ് ജോലിക്ക് വേണ്ടി തയ്യാറാവാനുള്ള പദ്ധതി 1,000 രൂപ വെച്ച് ഒരു മാസം, അതും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ നിരന്തരമായിട്ട് ആവർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയം അദ്ദേഹത്തിന് പറയാം, പക്ഷേ ഇല്ലാത്ത കാര്യം പറയരുത്. ഇവിടെ മൊത്തം പൊളിഞ്ഞടുക്കുക എന്ന് പറയുന്നത് ശരിയല്ല. അതൊരു തെറ്റായ പ്രവർത്തനമാണ്. നിരന്തരമായി ഇങ്ങനെ ഗീബൽസ്യൻ തന്ത്രം പോലെ ഇല്ലാത്ത കാര്യം ആവർത്തിച്ചുകൊണ്ടിരുന്ന ജനങ്ങൾ അത് വിശ്വസിക്കും. നാളെ ഈ നാട്ടിലേക്ക് വരുന്ന ആളുകളെ പോലും തടയാനാണ്. നാട്ടിൽ നല്ല കോൺഫിഡൻസോടുകൂടി ഇത്രയും ബഡ്ജറ്റും ഇത്രയും കാര്യം ചെയ്ത് ചിലവാക്കുന്ന ഒരു സ്ഥലത്ത് അത് പറയുന്നില്ല എന്നുള്ള അത് സത്യം അംഗീകരിക്കാൻ തയ്യാറാവുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് ഇത് പറഞ്ഞത്.